ക്ഷയിക്കുന്നിടത്ത് മനുഷ്യനില്ല. മൂല്യച്യുതി നമ്മെ അപ്പാടെ ബാധിച്ചിരിക്കുന്ന കാലമാണല്ലോ ഇത്. കാമത്തിന് മേൽക്കൈയുള്ള കാലം എന്ന് ഈ കാലത്തെക്കുറിച്ച് പറയാം. സ്വന്തം പിതാവിന്റെ അടുക്കൽ മകളെ ഏൽപ്പിച്ചു പോകാൻ ധൈര്യമില്ലാത്ത അമ്മമാരുടെ ഉമ്മമാരുടെ കാലം. സ്വന്തം സഹോദരന്റെ അടുക്കൽ സഹോദരി സുരക്ഷിതയാകുമെന്ന് വിചാരപ്പെടാൻ മാതാപിതാക്കൾക്ക് ധൈര്യം വരാത്ത കാലം. തന്റെ അയൽക്കാരൻ അവിടെ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് പോയി വരാം എന്ന് വിചാരിച്ച് യാത്ര പുറപ്പെടാൻ കഴിയാത്ത കാലം. തന്റെ കൊച്ചുമോള് അയൽക്കാരന്റെ വീട്ടിൽ പോയാൽ അവൾ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും മനസ്സ് കത്തുന്ന അയൽപ്പക്ക ബന്ധത്തിന്റെ തെറ്റായ കാലം. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കണ്ണിൽ കാമം കാണുന്ന അധ്യാപകരുണ്ടായ കാലം. പഠിപ്പിക്കുന്ന ടീച്ചറുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സമയാസമയം ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ക്യാമ്പസ് പൂവാലന്മാർ പുതുതലമുറയിലെ വില്ലന്മാരായി വന്ന കാലം. സർവോപരി നിയമസഭക്കകത്തിരുന്നും അശ്ലീലം കാണുന്ന സാമാജികർ ഉണ്ടായിപ്പോയ കാലം. ഇതാണ് നമ്മുടെ മുഖ്യ പ്രശ്നമെങ്കിൽ അതിനുള്ള പരിഹാരം ഇതുതന്നെയാണ്. ധർമ്മത്തിന്റെ മാർഗത്തിൽ ഒന്നിക്കുക. ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ എന്ന് വേദം അവതാര സങ്കല്പമെന്നോണം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക ആഗമനം ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ബൈബിൾ. ദൈവത്തിന് സ്തുതി, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ. ഭൂമിയിൽ സമാധാനമുള്ളവർക്ക്, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ ആ സന്മനസ് സദ്വിചാരം, സദ്വാക്ക്, സദ്പ്രവൃത്തി എന്ന് പ്രവാചകൻ വിശദീകരിക്കും. സന്മനസ്, സദ്വിചാരം, സദ്വാക്ക്, സദ്പ്രവൃത്തി. ഇത് തന്നെയാണ് ഘനാന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പ്രവാചക നിയോഗമെന്ന് ഖുർആൻ. യുഖ്രിജല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് മിനൽ-ളുലുമാതി ഇലൻ-നൂർ. വിശ്വാസവും സൽക്കർമ്മങ്ങളും സദ്വിചാരവും സദ്വാക്കും സദ്പ്രവൃത്തിയും ആരിലുണ്ടോ അത്തരം മനുഷ്യരെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പ്രവാചക ആഗമനം എന്ന് ഖുർആൻ. ഐഡിയോളജിക്കലായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നമ്മുടെ നാട്ടിന്, സമൂഹത്തിന്, വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, ലോകം എന്ന ക്രമത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അനിവാര്യമായി ഉണ്ടാകേണ്ടുന്ന ഒരു വിപ്ലവമേതോ ആ വിപ്ലവത്തിന്റെ മാർഗത്തിൽ ഒന്നിച്ചിരിക്കാതിരിക്കാൻ നമുക്കെങ്ങനെ കഴിയും? പിന്നെയും ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു: വലതജിദന്നഹും അഖ്റബു മവദ്ദതൻ ലില്ലദീന ആമനു അല്ലദീന ഖാലൂ ഇന്നാ നസ്വറ. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നവർ ഞങ്ങൾ ക്രൈസ്തവരാണെന്ന് പറഞ്ഞ സഹോദരന്മാരാണെന്ന് പ്രവാചകരെ അങ്ങേക്ക് കാണാം. അതിന് കാരണം അവരിൽ നല്ല പുരോഹിതന്മാർ, നല്ല പാതിരിമാർ ഉള്ളതുകൊണ്ടാണ്. അവർ ദൈവത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ കണ്ണുകൾ നിറയുന്ന പ്രകൃതമുള്ളവരാണ് എന്നും ഖുർആൻ. ഇത് ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതുനന്മയെ കുറിച്ച് പറഞ്ഞതാ. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. എല്ലാ വിഭാഗത്തിന്റെയും നന്മയെ അംഗീകരിക്കും, കുറവുകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഖുർആനിന്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകണം എന്ന ചിന്ത ഈയുള്ളവനെ ബഹുമാന്യനായ പിതാവുമായി അടുപ്പിച്ചു. ഈ പിതാവ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പിതാവാ. വേറെയും പിതാക്കന്മാർ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുണ്ട്. 4 ബഹുമാന്യരായ ബിഷപ്പുമാർ ഞങ്ങൾ ഒന്നിച്ചു കൂടാറുണ്ട്. ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും നാം ഓർക്കുക. ഇവിടെ ക്രൈസ്തവ പാതിരിമാർ വന്നപ്പോൾ സ്വീകരിച്ച നാടാണ് നമ്മുടെ നാട്. കൊച്ചു കേരളത്തിന് വലിയ പവിത്രതയുണ്ട്. ശേഷം മാലിക് ദീനാറും കൂട്ടരും വന്നപ്പോ ഈ കേരളം സ്വീകരിച്ചു. ഇവിടത്തെ ആർഷഭാരത സംസ്കാരത്തിന്റെ വക്താക്കൾ അവരാണ് സ്വീകരിച്ചത്. എന്റെ ബഹുമാന്യനായ സ്വാമിജി, വേറെയും സ്വാമിമാർ, അവർ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് ആ വിശാലതയെയാണ്. അങ്ങനെയാണ് മാലിക് ദീനാറും കൂട്ടരോട് ചുവടുറപ്പിച്ചത്. കേരളത്തിലെ പഴയ 58 പള്ളികളെ കുറിച്ചുള്ള പഠനത്തിൽ ഇങ്ങനെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു: 52 പള്ളികളും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ ഭൂമിയും അവരുടെ സംഭാവനയുമാണെന്ന്, മരവും കല്ലും ഉൾപ്പെടെ. എങ്കിൽ ആ വിശാലത നമുക്കെങ്ങനെ തിരിച്ചു പിടിക്കാതിരിക്കാൻ കഴിയും? അവർക്കറിയാം ഇസ്ലാമിന്റേത് തെളിഞ്ഞ ഏകദൈവത്വമാണെന്നും, അവർക്കറിയാം ഇസ്ലാമിൽ അവതാര സങ്കല്പമില്ലെന്നും, പ്രവാചക സങ്കല്പമേ ഉള്ളൂ എന്നും. അവർക്കന്നും അറിയാമായിരുന്നു ഇസ്ലാമിൽ പരലോക വിശ്വാസമാണ് എന്ന്. ഐഡിയോളജിക്കലായ ആദർശപരമായ വ്യതിരിക്തതയെ അറിഞ്ഞുകൊണ്ട് തന്നെ ധർമ്മമാർഗത്തിൽ ഒന്നിച്ച് കർമ്മമാർഗത്തിൽ പൊരുതാൻ അവരെ പ്രചോദിപ്പിച്ച ആ പ്രചോദനത്തെ വെക്കാൻ കഴിയില്ല. നമ്മൾ തമ്മിൽ എടുത്തു.
അതുകൊണ്ട് സ്വാമിജിയുടെ ആശ്രമത്തിൽ എനിക്ക് ഭക്ഷണവും നമസ്കരിക്കാൻ ഇടവുമുണ്ട്. നേരത്തെ പിതാവ് പറഞ്ഞ പോലെ പിതാവിന്റെ ബിഷപ്പ് ഹൗസിൽ എനിക്ക് എപ്പോൾ ചെന്നാലും എന്റെ വീട്ടിൽ ചെന്ന അനുഭവമാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ പിതാവിന്റെ അടുക്കൽ പോയി. ഞങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് പരസ്പരം സംസാരിച്ചിട്ട് ലഘുഭക്ഷണം കഴിച്ചു പിരിഞ്ഞു. അനുവാദമില്ലാതെ പോകാൻ എനിക്ക് അനുവാദമുള്ള ഇടങ്ങളാണ് ഇതെല്ലാം. അതുതന്നെയാണ് അദ്ദേഹം പാളയം പള്ളിയെക്കുറിച്ചും പറഞ്ഞത്. അത് ഞാനല്ലോ പറയേണ്ടത്, അവരാണ്. അനുവാദമില്ലാതെ കയറിച്ചെന്നാൽ കുടുംബാംഗത്തെ പോലെ സ്വീകരിക്കപ്പെടുന്ന അനുഭൂതികൾ ഉണ്ടാകുന്നിടത്ത് നമുക്കിടയിൽ അകലങ്ങൾ ഉണ്ടാവില്ല. അകലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ശക്തിയും വിജയിക്കുകയില്ല. അവിടെ നമ്മുടെ മതവിശ്വാസം ചോർന്നു പോവില്ല. നമ്മുടെ ആദർശങ്ങൾ ഒരിക്കലും ഇല്ലാതാവുകയില്ല. സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്. ഈ വേദിയിൽ അദ്ദേഹം വരാത്തത് വിളിക്കാത്തത് കൊണ്ടാണ്. വിളിച്ചിരുന്നെങ്കിൽ വരും. അദ്ദേഹത്തിന്റെ സാളഗ്രാമത്തിൽ ഈ ഉള്ളവൻ പോയി. അവിടെ നമസ്കരിച്ചത് മാതൃഭൂമിയും മനോരമ പത്രവും വാർത്തയാക്കി. പക്ഷെ ഞാൻ ഒരുപാട് വഴി കേട്ടു അതിന്റെ പേരിൽ. കാരണം വാർത്ത വന്നത് ഇങ്ങനെയായിരുന്നു: ഗീതാക്ഷേത്രത്തിൽ ഇമാം നമസ്കരിക്കുന്നു എന്ന്. എന്റെ സ്വാമിജി അവിടെ നമസ്കാരം കാണുകയാണ്. ഒരു റമദാനിലെ നോമ്പ് തുറ വേളയാണ്. അവിടെ നടക്കുന്ന ഗീതാ പ്രഭാഷണത്തിൽ അന്ന് നോയമ്പിനെ കുറിച്ചാണ് ചർച്ച. ഉദ്ഘാടകൻ ഈയുള്ളവൻ. വ്രതാനുഷ്ഠാനം ലക്ഷ്യമല്ല, മാർഗമാണ് എന്ന ഇസ്ലാമിന്റെ ആശയം. കൃത്യമായ ദൈവഭക്തി തഖ്വ നേടാനുള്ള കർമ്മമാർഗമാണ് വ്രതം എന്ന ഇസ്ലാമിന്റെ പോളിസിയെ അവതരിപ്പിച്ചുകൊണ്ട് ഈയുള്ളവൻ സംസാരിച്ചു. അത് ടിവിയിൽ വന്ന പ്രഭാഷണമാണ്. ആവശ്യക്കാർക്ക് CD കിട്ടും. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ ഒന്നിച്ച് നോമ്പ് തുറന്നു. നമസ്കരിക്കാൻ പായ വിരിച്ചു തന്നു. നമ്മുടെ സുഹൃത്തുക്കൾ പലരും എന്നെ ആക്ഷേപിച്ചുകൊണ്ട് LCD പ്രൊജക്ടിൽ പ്രത്യക്ഷപ്പെട്ടു. പള്ളി ചെറിയ അമ്പലത്തിൽ പോയി നമസ്കരിച്ച ഇമാം എന്ന്. ഞാനത് ഒരു അംഗീകാരമായിട്ട് കാണുന്നു. പക്ഷെ അത് അമ്പലമായിരുന്നില്ല. നമുക്ക് മലയാളം അറിയാതെ പോയതാ. ക്ഷേത്രം എന്നാണ് പ്രയോഗം. ക്ഷേത്രം എന്നതിന് സ്പേസ് എന്നാണ് അർത്ഥം, ഇടം. കുരുക്ഷേത്രം എന്ന് കേട്ടിട്ടില്ലേ? സാളഗ്രാമത്തിൽ ഭക്ഷണം കഴിക്കുന്ന റൂമിന് ക്യാൻറ്റീന് കൊടുത്ത പേര് അന്നക്ഷേത്രം എന്നാണ്. അന്നക്ഷേത്രം. അവിടെ യോഗ നടക്കുന്ന സ്ഥലത്തിന് കൊടുത്ത പേര് കലാക്ഷേത്രം എന്നാണ്. കലാക്ഷേത്രം, മെഡിറ്റേഷൻ നടക്കുന്ന സ്ഥലം, ഇടം എന്നാണ്. അതുപോലെ വേദം പഠിപ്പിക്കുന്ന ആ സ്ഥലത്തിന് കൊടുത്ത പേര് ഗീതാക്ഷേത്രം എന്നാണ്. അവിടെ പായ വിരിച്ച് നമസ്കരിച്ചാൽ അത് ഏതോ അമ്പലത്തിനകത്ത് കയറി നമസ്കരിച്ചതുപോലെയാണെന്ന് വ്യാഖ്യാനിച്ച് എന്നെ പ്രതിയാക്കിയവരോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം അതായിരിക്കാം ഒരു വേള നാഥൻ ഇങ്ങനെ ഒരു വഴി എനിക്ക് തുറന്നു തന്നത്. ഞാൻ അവരോടും കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ അറിയണം, അങ്ങനെയൊന്നും പൊളിഞ്ഞു പോകുന്ന വിശ്വാസമല്ല ഇസ്ലാമിന്റെ. ഇവളൻ വത്തിക്കാനിൽ പോയി. ഞാൻ എന്റെ വിശാലമായ ഒരു കുടുംബത്തിൽ 6 ദിവസം കഴിച്ചുകൂട്ടുകയായിരുന്നു. ഞാൻ ചിന്തിച്ചു, എനിക്ക് ഒരു ക്രൈസ്തവന് എത്ര മണിക്കൂർ ക്ഷമിക്കാൻ കഴിയും എന്ന് ഞാൻ എന്നോട് ചോദിച്ചതാ. ഒരു ഹിന്ദുവിന് എനിക്ക് എത്ര മണിക്കൂർ പൊറുക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു. എന്റെ കൂടെ എനിക്ക് സഹായിയായി പിതാവ്, ഞങ്ങൾ രണ്ടുപേരെയും പരിപാലിക്കാൻ ഒരു ജസ്റ്റിൻ ഫാദറിനെ ഏൽപ്പിച്ചിരുന്നു. ആ സുഹൃത്തിനെ ഞാൻ ഓർക്കുന്നു. മലയാളിയായ അദ്ദേഹം അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പിതാവാണ്, ഒരു ഫാദർ. പള്ളിയിൽ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന, ശുശ്രൂഷ നടത്തുന്ന പിതാവ്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഡ്രൈവറെ ഏൽപ്പിച്ചിരുന്നു, ഡോക്ടർ ജോസ് വി ഫിലിപ്പ്. മലയാളിയായ ഇറ്റാലിയൻ പൗരത്വമുള്ള നല്ലവനായ സുഹൃത്ത്. അവർ രണ്ടുപേരും കൂടിയാണ് എന്നെ ഇറ്റലിയുടെ ആസ്ഥാനമായ റോമിലെ ഒരേ ഒരു മുസ്ലിം പള്ളിയിലേക്ക് കൊണ്ടുപോയത്. വത്തിക്കാനിലേക്ക് പോകുമ്പോ അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ടെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത് ബഹുമാന്യനായ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ എന്ന ഫാദറാണ്. അദ്ദേഹം ഇപ്പോൾ തൃശൂർ വടക്കാഞ്ചേരി പള്ളിയിലെ ശുശ്രൂഷകനാണ്, വികാരിയച്ഛനാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ഇമാം അവിടെ നിങ്ങൾ പോകണം, ഒരു മുസ്ലിം പള്ളിയുണ്ടെന്ന്. ആ പള്ളിയിൽ നിന്ന് നമസ്കാര സമയം വാങ്ങിത്തന്ന് എന്റെ നമസ്കാരം ശ്രദ്ധിക്കുന്ന ക്രൈസ്തവ പാതിരി, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം നോക്കിയിട്ട് അതുമാത്രം ഞങ്ങളെ കഴിപ്പിക്കുന്ന ക്രൈസ്തവ പാതിരി. ഞാൻ എങ്ങനെ കടപ്പെടാതിരിക്കും? നമ്മളെങ്ങനെ കടപ്പെടാതിരിക്കും ഈ അംഗീകാരത്തിന് എന്ന് വിനയപുരസ്സരം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് പലരും ചോദിച്ചു, നിങ്ങളുടെ നമസ്കാരം എങ്ങനെ വത്തിക്കാനിൽ പോയാൽ? ഞാൻ പറഞ്ഞു, എന്റെ നമസ്കാരത്തിന് ഒരു കോട്ടവുമില്ല, അതെന്റെ കൂടെയാണ്. ഞാൻ എന്റെ വേദം കൊണ്ടാണ് പോയത്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന കഅബാലയത്തിന്റെ നിസ്തുലമായ ഒരു മാതൃക വിനയപുരസ്സരം പറയാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 3 ലക്ഷത്തോളം തുക മുടക്കിയിട്ട് പണിത 13 കിലോഗ്രാം വരുന്ന
അതിന്റെ തനത് മാതൃക ചെയ്യിച്ച് ഇന്റർഫെയ്ത്ത് ഡയലോഗ്, ഇന്റർനാഷണൽ ഇന്റർഫെയ്ത്ത് ഡയലോഗ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഉള്ളവൻ ചീഫ് പാർട്ണറായിട്ടുള്ള ഇന്ത്യയിലെ മതസംവാദ വേദിയുടെ പ്രവർത്തകർ നൽകിയതായിരുന്നു ആ ഗിഫ്റ്റ് മാർപ്പാപ്പക്ക് കൊടുക്കാൻ. അതിൽ കൃത്യമായ മതസമൂഹങ്ങൾ തമ്മിലുണ്ടാകേണ്ടുന്ന ബന്ധത്തിന്റെ പോളിസി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഖുർആനായത്ത്, അതിന്റെ അർത്ഥം, അറബിയിൽ അതിന്റെ ടെക്സ്റ്റും ഇംഗ്ലീഷിൽ അർത്ഥവും, പാളയം പള്ളിയുടെ ഇമാം ഉൾപ്പെടെയുള്ള ഈ അഡ്രസ്സും. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ആ മാതൃക പോപ്പിനെടുത്തത്. ഞാൻ ഓർക്കുന്നു, സ്വാമിജിയും ഞങ്ങളുടെ ബഹുമാനിയായ മാംജി മേയർ അഡ്വക്കേറ്റ് ചന്ദ്രികയും പാലോട് രവി MLA യും എന്നോട് പറഞ്ഞു, ഇത് നമ്മുടെ ഗിഫ്റ്റാണ് എന്നാണ്, ഞങ്ങളുടെ ഗിഫ്റ്റ്. അപ്പോൾ അത്രമേൽ മേന്മയുള്ള ഒരു സമ്മാനം. പൊപ്പത് സ്വീകരിച്ചു. നേരത്തെ പിതാവ് പറഞ്ഞതുപോലെ അത് വായിച്ചു നോക്കി, അത് നോക്കിക്കണ്ട് എന്നെ അഭിവാദനം ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രത്യഭിവാദം ചെയ്തു. അതൊരു സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയാണ്. പേപ്പൽ ഹൗസിലോ അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റിയിലെ മ്യൂസിയത്തിലോ അത് നിലനിൽക്കും. ഈ ചരിത്രമായി മാറിയ സന്ദർശനത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ ഉപഹാരം. അറിയാനും അറിയിക്കാനുമുള്ള അവസരങ്ങളെ കെടുത്തിക്കളയുന്നിടത്ത് നാം വേദമൂല്യങ്ങളെ അടച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. അറിയാനും അറിയിക്കാനുമുള്ള അവസരങ്ങളെ തുറന്നു വെക്കുന്നിടത്ത് നാം പ്രവാചകന്റെ സന്ദേശം, അതാണല്ലോ വേദത്തിന്റെ സന്ദേശം, അതിനെ നിവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി എത്തിക്കൽ മാത്രമാണ് നിങ്ങളുടെ ബാധ്യത എന്ന് പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് യഥാർത്ഥത്തിൽ നാം അറിയേണ്ടത്. എനിക്കിത്രയേ പറയാനുള്ളൂ. ഇതൊരു സന്തോഷകരമായ നിമിഷമാണ്. എനിക്ക് തോന്നുന്നു മങ്കട എന്ന് പറയുന്ന ഈ ദേശത്തെ എന്റെ മുഴുവൻ രക്ഷിതാക്കളും, എല്ലാ വിഭാഗത്തിലും പെട്ടവർ, ഈ സദസ്സും വേദിയും അതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. രാഷ്ട്രീയ മത പക്ഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യ സ്നേഹത്തിന്റെ അത്തരം ഒരു വേദി ഒരുക്കിയത് മുഖേന നമ്മുടെ നാട്, അതിന്റെ സന്ദർശനം, സ്വാമി സന്ദർശനം, പിതാവിന്റെ കൂടെ വന്ന ഉറക്കന്മാർ ഇവിടെയുണ്ട്, സ്വാമിയുടെ ആശ്രമത്തിൽ കോഴിക്കോട് നിന്ന് വന്നവർ ഇവിടെയുണ്ട്. ഒരു സ്വാമി നമ്മുടെ വേദിയിലിരിക്കുന്നുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നാം തൽക്കാലം അവരെ ഇരുത്തിയിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ബഹുമാന്യരായവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് അനുഭവങ്ങളിൽ നിന്ന്. നമ്മൾ അറിയണം, നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനാ പക്ഷങ്ങൾ, രാഷ്ട്രീയ പക്ഷങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തന ഇടങ്ങൾ മാത്രമാണ്. അതിനെല്ലാം അതീതമായി നമുക്കൊരു മിഷനുണ്ട്. ആ മിഷൻ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടി സമർപ്പിക്കുക. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് അത് പ്രഖ്യാപിക്കുന്നു. എങ്കിൽ നാം വിവിധ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുമ്പോഴും, വിവിധ രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോഴും, മതസംഘടനയിലെ പ്രവർത്തകരാകുമ്പോഴും, വിവിധ മതവിശ്വാസികളാകുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു മിഷനുണ്ട് എന്നറിയുക. മിഷനുള്ളവർക്ക് വിഷൻ ഉണ്ടാകും, കാഴ്ചപ്പാടുണ്ടാകും. മിഷനുമുള്ളവർക്ക് വലിയ വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. നമ്മുടെ നാടിന്റെ ഈ സംഭാവന ഇവരെല്ലാവരും അംഗീകരിച്ചു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ഞാൻ ഒരുപാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയ ഒരു അംഗീകാരം ഈ ഉള്ളവന് കിട്ടിയതിൽ എന്നെ ഈ അവസ്ഥയിൽ ഇത്തിരി എന്തോ ഒന്ന് ഇടപെട്ട ഒരാളെന്ന നിലക്ക് വളർത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച എന്റെ പ്രൈമറി വിദ്യാഭ്യാസ കാലം മുതൽ ഇങ്ങോട്ട് ഇപ്പോഴും എന്റെ താങ്ങും തണലുമായി നിൽക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ, സർവോപരി എന്റെ വല്യുപ്പ വല്യുമ്മ ഉൾപ്പെടെ അവരുടെ മുമ്പിൽ ഈ അംഗീകാരത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരെ ആദരിക്കാൻ വേണ്ടി വന്ന എന്റെ പിതാവിനെയും പിതാവിന്റെ കൂടെ വന്നവരെയും എന്റെ ബഹുമാനായ സ്വാമിജിയെയും സ്വാമിജി ഇങ്ങോട്ട് എത്തുന്ന മുറക്ക് ഇവിടെ എത്തിയ അദ്ദേഹത്തിന്റെ ആശ്രമ സംവിധാനത്തിന്റെ പ്രവർത്തകരെയും സർവോപരി ഈ നാട്ടുകാരായ മുഴുവൻ ആളുകളും അതിനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് എത്തി നോക്കി ഇവിടെ ഇടം പിടിച്ച് അവസാനം വരെ ഇരുന്നവരുമായ എല്ലാവരോടും ഈ പരിപാടി സംഘടിപ്പിച്ച ബഹുമാന്യരായ എന്റെ ഒരുപാട് രക്ഷിതാക്കൾ, അവരോടെല്ലാം എന്റെ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തിരി നീണ്ടുപോയ എന്തോ നിയന്ത്രിക്കാൻ സാധ്യമാകാത്തതുകൊണ്ട് വൈകാരികത മുറ്റു ഉണ്ടായി വന്ന ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മതസാംസ്കാരിക കൂട്ടായ്മകളിൽ തന്റേതായ ഇടം നേടി തന്റെ കഴിവുകൾ പൊതുസമൂഹത്തിന്റെ നന്മക്കായി തുടർന്നും നീക്കിവെക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദ രംഗത്ത് മങ്കടയ്ക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിത്തന്നു ഈ നാടിന്റെ ആദരം ഏറ്റുവാങ്ങിയ ബഹുമാന്യനായ പാളയം ഇമാം മൗലവി ജമാലുദ്ദീൻ മങ്കടക്ക് ഹൃദ്യമായ നന്ദി. മങ്കടയുടെ പ്രശസ്തിയുടെ തെറ്റിയിൽ പണിതൂവൽ ചാർത്തി ഹിന്ദു